beautiful people. So once again welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ അമ്മ അച്ഛൻ മൂന്നുപേരും കൂടിയിട്ട് കൊച്ചിക്ക് പോകുന്നൊരു വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നിട്ട് എനിക്ക് കാലിലൊരു ചക്രം ഇല്ലാന്നുള്ളൂ, നിലം തൊടാത്തൊരു യാത്രയാണ്. അപ്പോൾ ഇന്ന് വന്ന് ഒരു 3-ാം നാള് ഞാൻ കൊച്ചിക്ക് പോവുകയാണ്. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇനി ഇതാ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഭയങ്കര ധൃതിയിലാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരിക്കും. അല്ലെങ്കിൽ എൻ്റെ എല്ലാം കുഞ്ഞതായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇനി എൻ്റെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് എന്താ പറയുന്നത്, നമ്മുടെ ട്രെയിൻ കയറുന്നതായിരിക്കും, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടായിരിക്കും. പ്ലീസ് ഡോണ്ട് മൈൻഡ്, ബിക്കോസ് നല്ല തിരക്കിലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എന്ന് പറയുന്നത് ഞാനും അമ്മയും അച്ഛനും കൂടി ഓട്ടോനാട്ടോ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലോട്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഫുൾ ഒന്നില്ലെങ്കിൽ ഞാൻ നടരാജ ട്രാവൽസ് അല്ലെങ്കിൽ ഓട്ടോയുടെ മെയിൻലി ഞാൻ പ്രിഫർ ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഉള്ളതുകൊണ്ട് ഓട്ടോനാണ് പോകുന്നത്. അപ്പോൾ അതെ അവിടെ എത്താറായി. അപ്പോൾ എന്തൊരു ചൂടാണെന്നറിയോ. അപ്പോൾ കയ്യിൽ അത് കാരണം ഞാൻ ഒരു 0 ഷുഗർ കോക്കും പിന്നെ അനീത്തിയുടെ കയ്യിൽ റെഡ് ബുള്ളും ഒക്കെ പിടിച്ചോട്ടാണ് പോകുന്നത്. പിന്നെ എൻ്റെ അനീത്തിയാണ് ഇതെല്ലാം ചെയ്യുന്നത് അവിടെ നിന്നിട്ട്. പണ്ടൊന്നും അറിയാത്ത കുട്ടിയായിരുന്നു, ഇപ്പം എല്ലാം അറിയാം. അപ്പോൾ അവളതൊക്കെ ചെയ്യാണ്. അപ്പോൾ അവളവിടെ ടിക്കറ്റിൻ്റെ കൗണ്ടറിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനും അമ്മയും കൂടി ഇങ്ങനെ ഓരോരോ തമാശകളൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നെ ഞാൻ ആ തമാശകളൊക്കെ ഇവിടെ ആഡ് ചെയ്യാത്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് പറയാറ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അനീത്തി ഭയങ്കര സീരിയസ് ആയിട്ട് നിന്ന് അവിടെ നിന്ന് എഴുതി നോക്കിയേ, ഭയങ്കര സീരിയസ് ആയിട്ട് ഈ വക കാര്യങ്ങളിൽ. അപ്പം നിന്ന് എഴുതുക. അപ്പം അതൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അവളെയും കളിയാക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പരുത്തി ടിക്കറ്റെല്ലാം എടുത്ത് കഴിഞ്ഞത് ഞങ്ങൾ ഭയങ്കര ചൂട്. അപ്പോൾ ചൂട് കാരണം വിചാരിച്ചു അവിടെ ഇങ്ങനെ AC ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ AC വെയിറ്റിംഗ് ഏരിയയിൽ നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ എന്ന് പറയുന്നത് ഭയങ്കര തിരക്കി, നിൽക്കാൻ കൂടി സ്ഥലമില്ല. അങ്ങനെ കുറേ നേരം അവിടെ നിന്നു. പക്ഷെ ഒന്നും നടക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ വിളിച്ചപ്പോൾ നേരെ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പറിലേക്ക് പോയിട്ട് നമ്മുടെ ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ്. അപ്പോൾ ആ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 5 ആണ്. അപ്പോൾ നമ്മൾ AC കമ്പാർട്ട്മെൻറ്റാണ് AC കമ്പാർട്ട്മെൻറ്റാണ് എടുത്തത്. അല്ലെങ്കിൽ ശരിയാവത്തില്ല. ചൂടെന്ന് പറയണത് അസാധ്യ ചൂടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്ലീപ്പറും ബുക്ക് ചെയ്ത് നമ്മൾ അതിലേക്ക് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ ട്രെയിനിൽ ആദ്യമായിട്ടാണ് 1.5 മണിക്കൂർ നേരത്തെ വരുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ മറ്റേ ബോഗി തുറക്കാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചു. അപ്പോൾ തുറക്കുന്നില്ല. അപ്പോൾ അത് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അനീതി ചെയ്തതിനൊക്കെ നമ്മൾ ആക്ഷനും കാണിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മറ്റേ സ്ലീപ്പറിൻ്റെ ആ ഒരു സ്ഥലം. ഞങ്ങളിവിടെ ഇരുന്നാണ് പോയിരുന്നത്. അപ്പോൾ ഞാൻ പിക്സൽ ആർട്ട് ചെയ്യുമെന്നുള്ളത് ഇപ്പോൾ ഓൾമോസ്റ്റ് അറിയാമല്ലോ. അപ്പോൾ ഞാനവിടെ ഇരുന്ന് വരയ്ക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നില്ലെങ്കിൽ അവിടെ ഇരുന്ന് സിനിമ കാണും, അല്ലെങ്കിൽ വരയ്ക്കും, അല്ലെങ്കിൽ ബുക്സ് വായിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പസിൽസ് സോൾവ് ചെയ്യും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് വരയ്ക്കുവാണ്. അപ്പോൾ ഞാൻ അനീത്തിനോട് ഇങ്ങനെ പറഞ്ഞു, ജസ്റ്റ് വരയ്ക്കുന്നൊരു ചെറിയൊരു ഷോട്ട് എടുക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ എടുത്തു തന്നു കേട്ടോ. ഇത് നല്ല ഭംഗിയിലൊക്കെ അവൾ എനിക്ക് ഷോർട്സ് എടുത്തു തന്നു. അല്ലെങ്കിൽ ഞാനും അനീത്തി എപ്പോഴും വഴക്കാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോട്ട് എടുക്കുമ്പോൾ ഇത് ശരിയായില്ല അത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് അവൾ പാവം കേട്ടോ. പക്ഷേ അവൾ നന്നായിട്ട് എടുത്തു തന്നു കേട്ടോ എനിക്ക് ഷോർട്സ്. എനിക്കപ്പോൾ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊക്കെ പറഞ്ഞ് അവളോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവളതും കഴിഞ്ഞ് ഏറ്റവും മുകളിൽ അവൾ അപ്പർ ബർത്താണ്. അപ്പോൾ അവൾ അപ്പർ ബർത്തിലോട്ടും കയറി എന്താ പറയുന്നത്, ഞാൻ പുറത്തുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ അതേ അപ്പർ ബർത്തിൽ നിന്ന് എത്തി നോക്കുന്ന ഒരു ഷോട്ടുണ്ട് കേട്ടോ. അത് മഹാ അടിപൊളിയാണ്. അപ്പോൾ അതേ അവിടെ നിന്ന് അവൾ എത്തി നോക്കുന്നൊരു ഷോട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ലോവർ ബർത്തിൽ കിടക്കുന്നുണ്ട്, ഞാനും അതെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കാരണം നിൽക്കാനൊന്നും പറ്റുന്നില്ല, അത്ര ചൂടാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിന്ന് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ എന്താ പറയുന്ന ഒരു ബേൽപൂരിയൊക്കെ മേടിച്ച് സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചു. അത് വിശപ്പ് കാരണം കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഒരു 6:45-7 മണിയായപ്പോഴത്തേക്കും കൊച്ചി എത്തി. ഇനി നേരെ ഞങ്ങളുടെ വീട്ടിൽ പോയി ഒന്ന് വിശ്രമിക്കണം, അതാണ് മെയിൻ കാര്യം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം.